പ്രോബബിലിറ്റി അതായത് നമ്മുടെ കാൽക്കുലസ് വെച്ചിട്ടുള്ള നമ്മുടെ പ്രോബബിലിറ്റി. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പഠിച്ചു. ഇവിടെ തൊട്ട് നമ്മൾ വേറൊരു കാര്യം പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്തും ഒരു വെയിറ്റ് ഫാക്ടർ പറയുന്നുണ്ട്, പ്രോബബിലിറ്റി. ആക്ച്വലി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ സിമ്പിൾ മാത്സ് ടേംസിൽ പറഞ്ഞാൽ ഓക്കെ, നടക്കാൻ സാധ്യതയുള്ളത്. മനസ്സിലായി? അതായത് പ്രോബബിലിറ്റി ഓഫ് ഫ്ലിപ്പിംഗ് എ കോയിൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് വെൻ ഫ്ലിപ്പിംഗ് എ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താ? 1/2. അതെങ്ങനെയാ 1/2 ആയത്? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതും 2 എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയുള്ള 2 ഔട്ട്കം. അതായത് വേണ്ടുന്നത് ഡിവൈഡ് ബൈ ടോട്ടൽ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റിക്വയർഡ് ഡിവൈഡ് ബൈ ടോട്ടൽ. പക്ഷെ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇന്റഗ്രലിന്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ഏരിയ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, തൊട്ട് മുമ്പത്തെ വെയ്റ്റഡ് ആവറേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജസ്റ്റ് ഏരിയ ഉണ്ടല്ല കർവ് മാത്രമല്ല, അതിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അതാ നോക്ക്, പ്രോബബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. കണ്ട? അതുപോലെ നമ്മൾ ലോഗരിതം കണ്ടുപിടിച്ച് അങ്ങനെ ഡിഫൈൻ ചെയ്തത് അതും ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ചില വോളിയത്തിന്റെ സ്പിയർ ഒക്കെ നമുക്ക് എക്സാക്ട്ലി കണ്ടത് എങ്ങനെ? അല്ലെങ്കിൽ ചില ഇറഗുലർ ഷേപ്പ് അല്ലെ എനി സോർട്ട് ഓഫ് തിങ്സിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്ന എങ്ങനെ? ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ മനസ്സിലായ റിയൽ ലൈഫിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം ഇന്റഗ്രലിന്? നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളു, നമ്മളിത് ഉപയോഗിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ഇവിടെ പറയാം. ആ എക്സാമ്പിൾ നമ്മുടെ കൂടെ കൂടും 2-3 ഐ തിങ്ക്. അതായത് ഡാർട്ട് ത്രോയിങ് എക്സാമ്പിൾ. എന്താണ്? അതായത് ഒന്നുമില്ല, നമ്മൾ ഡാർട്ട് കണ്ടിട്ടില്ലേ? ഡാർട്ട് ബോർഡ് ഈ കാണുന്ന, ഇതിൻ്റെ അകത്തോട്ട് ഡാർട്ട് എറിയുന്ന ഇതേ സിനാരി തന്നെ. ഇതെന്താണെന്നുള്ളത് ഈ എക്സാമ്പിൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അതായത് ഈ ഡാർട്ട് ത്രോയിങ് എക്സാമ്പിൾ തന്നെ, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റേ കണ്ടന്റോട്ട് വട്ടത്തിലുള്ള ബോർഡല്ല, ഇവിടുത്തെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോർഡാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോർഡ്. എന്നോട് ചോദിക്കൂ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഹിറ്റ്സ് സംവെയർ വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1/2? മനസ്സിലായോ? എക്സ് ഗ്രേറ്റർ ദാൻ 1/2. ഈ നമ്മൾ ഈ ബോർഡിന്റെ കാര്യം വന്നില്ലേ, ഈ ബോർഡ് ഇരിക്കുന്നുണ്ടോ? ഇതിനെ നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്താൽ ഇതാണ് ആ കർവ് ഈ കാണുന്നത്. ഇത് അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ, ഇത് വൈ ആക്സിസും. അങ്ങനെയാണെങ്കിൽ ഈ കർവ് ഓക്കെ, എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 1 - x². ഇത് ഓൾറെഡി വേണ്ടി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടുന്ന പ്രോബബിലിറ്റി എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 1/2. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ. ഓക്കെ, എന്തോന്ന്? ഏരിയ വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ബൈ ടോട്ടൽ ഏരിയ. അതായത് ഇങ്ങനെ സിമ്പിൾ ലോജിക്ക് കയറി ചിന്തിക്കുക. ഒരാൾ ഡാർട്ട് എറിയുക, നമുക്ക് വേണ്ടുന്ന എന്താ? ഈ ഇത്രയും ഭാഗത്ത് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി. അതെന്തോന്നാന്ന് ചോദിച്ചാൽ അതാ ഇത്രയും ഭാഗത്ത് ഉള്ള ഏരിയ, അതായത് ഈ ഏരിയയിലായിരിക്കും ഡാർട്ട് കൊള്ളാനുള്ള സാധ്യതയുള്ളത്. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും ഭാഗത്ത് ഉള്ള ഏരിയ ഡിവൈഡ് ബൈ ഈ ടോട്ടൽ ഏരിയ എടുത്താൽ മതി. കാരണം നമുക്ക് വേണ്ടുന്നത് എന്താ? ഈ ഒരു ഏരിയയിൽ ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പം ഏരിയ ഓഫ് ദിസ് മച്ച് പാർട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എടുത്താൽ നമുക്ക് ഈ സ്പെസിഫിക് ഏരിയ ഡാർട്ട് വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, അത് തന്നെയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇനി നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 - x² ഓൾറെഡി തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് ഹൈറ്റ് ഇൻറ്റു ഡി എക്സ് ആണ്. അതായത് കുഞ്ഞു കുഞ്ഞ് റെക്ടാങ്കിൾസ് ആക്കി കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ റെക്ടാങ്കിളുകളുടെ ഏരിയ കണ്ടുപിടിക്കുക. ഇവിടെ ഓരോരുത്തരുടെ ഹൈറ്റ് ഫാക്ടർ എന്തായിരിക്കും? കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ ആയിരിക്കും, അതായത് വൈ വാല്യൂ, അതായത് 1 - x² ആയിരിക്കും. നമ്മുടെ ഇന്റർവെൽ എന്തോന്നാ? ഇവിടെ ഓൾറെഡി ഈ ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്, -1 തൊട്ട് 1 വരെ. അപ്പൊ നമ്മുടെ ഇന്റർവെൽ ആരാ? -1 തൊട്ട് 1 വരെ. അപ്പൊ എന്ത് ആക്ച്വലി കിട്ടും? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എന്ത് 1 - x² dx ഫ്രം 1/2 to 1 ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഓഫ് 1 - x² dx ഫ്രം -1 to 1. ഇതെന്താണ് സംശയം ഉണ്ടത്? എക്സാക്ട് ഇതേ സാധനം തന്നെ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്നതിന്റെ ടോട്ടൽ ഏരിയ. അതെന്തോന്നാ? ഈ -1 തൊട്ട് ഈ 1 വരെയുള്ള ഇന്റർവെല്ലിൽ ഉള്ള എല്ലാ കൊച്ചു കൊച്ചു റെക്ടാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന്റെ എല്ലാത്തിന്റെ ഏരിയ ആഡ് ചെയ്താൽ ഈ കാണുന്ന ഫുൾ ടോട്ടൽ ഏരിയ കിട്ടും. ഓക്കെ, അതാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
ഈ താഴെ കാണുന്ന. ഓക്കെ, ഈ 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡി എക്സ് ആണ് ഓരോ ചെറിയ റെക്ടാങ്കിളുകളുടെ ഏരിയ ഫ്രം ഇന്റർവെൽ -1 to 1. ഇനി അതിന്റെ മേളിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ? ഏരിയ വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1/2. അതെന്തോന്നാ വേണ്ട, എക്സ് ഗ്രേറ്റർ ദാൻ 1/2, അതായത് ഈ 1/2 തൊട്ട് ഈ 1 വരെ. മനസ്സിലായോ? അതായത് ഈ 1/2 തൊട്ട് ഈ 1 വരെ എടുത്തിട്ട് ആ ഗ്യാപ്പിൽ ഒരുപാട് കൊച്ചു കൊച്ചു റെക്ടാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഈ താഴെ കാണുന്നത്. സോ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇനി ഇവിടുത്തെ വെയിറ്റ് ഫാക്ടർ ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ? 1 മൈനസ് എക്സ് സ്ക്വയറാ. ഓക്കെ, വെയിറ്റ് ഫാക്ടർ ആരാന്ന് ചോദിച്ചാൽ 1 മൈനസ് എക്സ് സ്ക്വയറാ. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ചിലപ്പോൾ തോന്നാതിരിക്കും, നമ്മുടെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമുക്കൊരു വെയിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ് ഡബ്ല്യു എഫ് എക്സ് വേറെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, എഫ് ഓഫ് എക്സും ഉണ്ടായിരുന്നു, നമുക്കൊരു ഡബ്ല്യു എഫ് എക്സ് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ വെയിറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ആ എഫ് ഓഫ് എക്സ് വാല്യൂ തന്നെ. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. എന്താ ഞാൻ പറഞ്ഞു തരട്ടെ. ഇച്ചിരൂടെ താഴോട്ട് വന്നാൽ നമ്മൾ നേരത്തെ കണ്ട അതേ ബോർഡ് തന്നെയാണ് ഇത്. ഓക്കെ, ഈ കാണുന്ന ഇതേ ബോർഡ് തന്നെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഡാർട്ട് എറിഞ്ഞെന്നാണല്ലോ പറയുന്നത്. ആ എറിഞ്ഞ പാട് കാണിച്ചു തരാം. ഇത്രയാണ് ഡാർട്ട് എറിഞ്ഞത്. ഇനി ഞാൻ ചോദിക്കുക, ഞാൻ 2 ചെറിയ റെക്ടാങ്കിളുകൾ എടുത്ത്, ഒന്ന് ഈ റെക്ടാങ്കിൾ, ഒന്ന് ഈ റെക്ടാങ്കിൾ. ഈ 2 റെക്ടാങ്കിളിൽ ഏത് റെക്ടാങ്കിളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊണ്ടിട്ടുള്ളത്? ഈ 2 റെക്ടാങ്കിളിൽ ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊണ്ടിട്ടുള്ള റെക്ടാങ്കിൾ ആരാ? ഈ വലുതാ. കാരണം ഇവൻ ഒരുപാട് സർഫസ് ഏരിയ ഉണ്ട്. സോ ഇവന്റെ എന്താണ് ഈ റെക്ടാങ്കുലർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി. അതായത് ജസ്റ്റ് കണ്ണു വന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റിയെക്കാട്ടിൽ എന്തുകൊണ്ടും കൂടുതലാണ്, അല്ലെങ്കിൽ സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ നമ്പർ കൂടുതലാണ് ഇതിൻ്റെ അകത്ത്. കാരണം ഇവന് കൂടുതൽ ഏരിയ ഉണ്ട്, സർഫസ് ഏരിയ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കൂടുതൽ ഡാർട്ടുകൾ വന്ന് കൊള്ളാം. പക്ഷെ ഇവന് കുറവ് സർഫസ് ഏരിയ ഉള്ളു, അപ്പൊ കുറവ് ഡാർട്ടേ കൊള്ളാൻ പറ്റൂ. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? കണ്ട, ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഇവളുടെ വിഡ്ത്ത് 2 സെയിമാ, ഡി എക്സ് തന്നെ. പക്ഷെ ഇവിടെ മാറിയിരിക്കുന്ന ഹൈറ്റ് മാത്രമാണ്. സോ ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഒരുപാട് ഡാർട്ട് കൊള്ളും, ഹൈറ്റ് കുറവാണെങ്കിൽ ഡാർട്ട് കുറവേ കൊള്ളും. മനസ്സിലായി? അപ്പൊ ഇവിടെ ഡാർട്ട് എത്രത്തോളം വന്ന് കൊള്ളും എന്ന് സോൾലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആരാ? ഹൈറ്റ്. മനസ്സിലായോ? ഇവിടുത്തെ ഹൈറ്റ് ആരാ? കറസ്പോണ്ടിങ് വൈ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് വാല്യൂ. വേണ്ടേ? വെയിറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് ഓഫ് ദി സ്ട്രിപ്പ്. സോ വെയിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ. കണ്ടോ? അപ്പം ഇവിടുത്തെ വെയിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. മനസ്സിലായ? അതായത് ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ ഡാർട്ട് കൊള്ളും, കാരണം അവിടെ കൂടുതൽ സർഫസ് ഏരിയ ഉണ്ട്. വിഡ്ത്ത് സെയിം തന്നെ, വിഡ്ത്ത് മാറുന്നില്ല. സോ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് പി ഓഫ് x1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ x2 എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി ഇന്റഗ്രൽ ഫ്രം x1 to x2 w of x dx ഡിവൈഡ് ബൈ ഇന്റഗ്രൽ w of x dx ഫ്രം a to b. a to b എന്ന് പറയാനുള്ള കാര്യം എന്താ? അതാണ്ട് താഴത്തെ ഇന്റർവെല്ലിൽ നോക്ക്, എ തൊട്ട് ബി വരെയാണ് ടോട്ടൽ ഏരിയ കിടക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് x1 തൊട്ട് x2 വരെയുള്ള ഭാഗത്താണ്. സോ ഇതാണ് ജനറൽ ഫോർമുല. ഇതാണ് ഡബ്ല്യു എക്സ് ഫാക്ടർ. ഓക്കെ, അത് ചിലപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കേസിൽ ഹൈറ്റ് ആണ് നമ്മുടെ വെയിറ്റ് ഫാക്ടർ. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ കേസിൽ വെയിറ്റ് ഫാക്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു. അതിനെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ കറസ്പോണ്ടിങ് വൈ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നല്ല വിഷ്വൽസും ഉണ്ട്.